ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിലെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ് എന്നാണ്. ഓക്കെ, അപ്പം കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ആണ്. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ് മെയിൻലി ഉള്ളത്, കൺസ്ട്രക്ടർ ഫംഗ്ഷനും ഫാക്ടറി ഫംഗ്ഷൻസ്. അപ്പം ജാവാസ്ക്രിപ്റ്റിന് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്താണ് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ, എന്താണ് ഫാക്ടറി ഫംഗ്ഷൻസ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതൊരു 3 വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്താണെന്ന് പറയും, ഫാക്ടറി ഫംഗ്ഷൻ എന്താണെന്ന് പറയും, പിന്നെ അടുത്തത് കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെയും ഫാക്ടറി ഫംഗ്ഷൻസിന്റെയും മെയിൻ ഡിഫറൻസ്. ഓക്കെ, അപ്പം അതൊരു ഇന്റർവ്യൂ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടിരിക്കുന്നത് ഇന്റർവ്യൂസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് ഇംപ്ലിമെന്റേഷനിലോട്ട് പോവാം. അതിനു മുമ്പ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് നെയിമിംഗ് കൺവെൻഷൻസ് ആണ് ഉള്ളത്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്നത് പാസ്കൽ കേസിംഗ് ആണ്, സോറി, ക്യാമൽ കേസിംഗ് ആണ്. ഓക്കെ, ക്യാമൽ കേസിംഗ് എന്ന് പറയുമ്പോൾ നെയിം വരുമ്പോഴത്തേക്കും 1 2 3 ഈ ഒരു രീതിയിലായിരിക്കും ക്യാമൽ കേസിംഗ് വരിക. ഓക്കെ, ക്യാമൽ കേസിംഗ്. ഓക്കെ, ഇനി അടുത്തത് ഫാസ്കൽ കേസിംഗ് ആണ്. ഫാസ്കൽ കേസിംഗ് നമ്മൾ ക്ലാസ്സിനൊക്കെ എങ്ങനെയാണോ പേര് കൊടുക്കുന്നത് അതുപോലെ തന്നെ 2 3. ഓക്കെ, ഇതുപോലെ വന്നു. അപ്പം നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഫാസ്കൽ കേസിലാണ് നെയിം ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ എഴുതി നോക്കാം. ഫംഗ്ഷൻ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് എഴുതാം. അതിൻ്റെ അകത്തോട്ട് രണ്ട് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്, നെയിമും വരുന്നുണ്ട്, ഏജും വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്നിട്ട് ഈ ഒബ്ജക്റ്റിന്റെ അകത്തോട്ട് നമ്മൾ നെയിമിനെ ഏജിനെ എടുത്തു വെക്കാൻ പോവാണ്. ഓക്കെ, നെയിം. ഓക്കെ, ദിസ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്, അതും എടുത്തു വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഫംഗ്ഷനും കൂടെ ഡിഫൈൻ ചെയ്യാം. ദിസ് ഡോട്ട് ഗെറ്റ് യൂസർ എന്ന് പറയുന്നൊരു ഫംഗ്ഷനും കൂടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് കൺസോൾ ലോഗ് മാത്രം ചെയ്താൽ മതി. ദിസ് ഡോട്ട് നെയിം കോമ ദിസ് ഡോട്ട് ഏജ്. ഓക്കെ, അപ്പൊ നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എഴുതി. ഇനി ഇതിന്റെ അകത്ത് നിന്ന് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കോൺസ്റ്റ് പേഴ്സൺ ഈക്വൽ ടു ന്യൂ പേഴ്സൺ ഓഫ്, നമുക്ക് പേര് അമൽ എന്ന് കൊടുക്കാം, ഏജ് ഒരു 20 കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തൊരു സജഷൻ പോലെ VS കോഡ് കാണിച്ചേക്കുന്നത് ദിസ് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ മേ ബി കൺവേർട്ടഡ് ടു എ ക്ലാസ് ഡിക്ലറേഷൻ. അത് വേറൊന്നുമല്ല, നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതും ക്ലാസിന്റെ ഡിഫിനിഷനും ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം പോലെയാണ്. അത് കാരണം ES6ന്റെ പുതിയ രീതി നോക്കുമ്പോഴത്തേക്കും ഇതിനെ ചിലപ്പം ഒരു ക്ലാസ് ഡെഫിനിഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ കുറച്ചൊരു ക്ലാസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറച്ചുകൂടെ റീഡബിൾ ആയിരിക്കും, കുറച്ചുകൂടെ എന്താ പറയാ, ഒരു സ്റ്റാൻഡേർഡ് വേയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് മുമ്പാണ് നമുക്ക് ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ്, നമ്മൾ പാസ്കൽ കേസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ജാവാസ്ക്രിപ്റ്റ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കോൺസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നടക്കുന്നത് ദിസിനെ ഈ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റുമായിട്ട് ബൗണ്ട് ചെയ്യും. ഓക്കെ, പോയിന്റ്സ് ദിസ് ടു ദ ന്യൂലി ക്രിയേറ്റഡ് ഒബ്ജക്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പം ഈ ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ നടക്കും. ഓക്കെ, അപ്പം ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, ദിസിനെ ബൗണ്ട് ചെയ്തു, ആ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്തു. ഓക്കെ, നമുക്ക് ഈ പേഴ്സൺ ഡോട്ട് ഗെറ്റ് യൂസർ എന്നുള്ള ഫംഗ്ഷൻ ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, അതാ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്, അമൽ 20 എന്ന് പറഞ്ഞുകൊണ്ട് പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രോട്ടോടൈപ്പ് ഒബ്ജക്റ്റിനെ നമുക്ക് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഫാക്ടറി ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷനെ ഒന്ന് മാറ്റാം. ഇപ്പം ഇപ്പൊ നമുക്ക് ഷിഫ്റ്റ് ആൾട്ട് പിന്നെ ഡൗൺ ആരോ അടിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അടുത്ത ലൈനിലോട്ട് വന്നോളൂ. അഖിൽ എന്ന് പറയുന്ന ഒരു പേരുണ്ട്, 25 വയസ്സ്. ഓക്കെ, അപ്പം ഈ കേസിലെല്ലാം നമ്മുടെ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഫംഗ്ഷൻ ഓരോ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റിന് കിട്ടുന്നത്. അതൊരു മെമ്മറി എഫിഷ്യൻ. ഇപ്പൊ നമ്മൾ ഒരു 1000 ഒബ്ജക്റ്റ് ഉണ്ടാക്കി നോക്കും, 1000 ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും
ഈ ഫംഗ്ഷൻ 1000 എണ്ണത്തിന് ഓരോ കോപ്പി ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് അത്ര മെമ്മറി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വേ അല്ല. നമുക്ക് ഇതൊന്ന് നോക്കി നോക്കുമ്പോൾ കൺസോൾ ലോഗ് പേഴ്സൺ ഡോട്ട് ഗെറ്റ് യൂസർ ട്രിപ്പിൾ ഈക്വൽ ടു പേഴ്സൺ 1 ഡോട്ട് ഗെറ്റ് യൂസർ. ഓക്കെ, അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും. കേട്ടോ, അത് ഫോൾസ് ആണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് പ്രോട്ടോടൈപ്പ് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രോട്ടോടൈപ്പിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പേഴ്സൺ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് ഗെറ്റ് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ട് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ പ്രോട്ടോടൈപ്പിലോട്ട് ആഡ് ആയി. ഓക്കെ, അപ്പം ഇനി ഏതൊക്കെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ഈ പ്രോട്ടോടൈപ്പിലുള്ള ഒരു ഗെറ്റ് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോമൺ ആയിട്ടായിരിക്കും അവരെല്ലാവരും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു റെഫറൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒബ്ജക്റ്റുകളെല്ലാം യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. ബിക്കോസ് അത് പ്രോട്ടോടൈപ്പിന്റെ അകത്ത് ഈ ഫംഗ്ഷനുകൾക്ക് വേണ്ടി എല്ലാത്തിനും വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, അപ്പം ഇത്ര ഉള്ളു കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ്. നമുക്ക് പ്രോട്ടോടൈപ്പിനെ ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂലി ക്രിയേറ്റഡ് ഒബ്ജക്റ്റുമായിട്ട് ദിസിനെ ബൗണ്ട് ചെയ്യും. പിന്നെ ഈ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്ത് തരും. പിന്നെ പാസ്കൽ കേസിംഗ് ആണ് നമ്മൾ നെയിമിംഗ് കൺവെൻഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോക്ക് നമുക്ക് ഫാക്ടറി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.